നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. ഇനി കണ്ണൂരിന്റെ കായിക കുതിപ്പിന് വേഗം കൂടും. നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ബാക്കിയുള്ളത് ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തി. കണ്ണൂരിൽ നിന്നും പുതുവർഷത്തിൽ എയർ കേരള പറന്നുയരും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി എയർ കേരള സിഇഒ. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസ്. ഇതോടെ ഉത്തര മലബാറിന്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാവും. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ ജംഷീറും കുടുംബവും. ഇനി പേടിയില്ലാതെ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി വ്യവസായി ഖാലിദ് ഭ. താക്കോൽ കൈമാറി TO മോഹനൻ. വാർത്തകൾ വിശദമായി. കണ്ണൂരിന്റെ കായിക കുതിപ്പിന് കരുത്തേകാൻ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. സിന്തറ്റിക് ട്രാക്കിന്റെയും ഫുട്ബോൾ മൈതാനത്തിന്റെയും നിർമ്മാണ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തിയാകും. 7.57 കോടി ചിലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത്. സിന്തറ്റിക് ട്രാക്കിൽ 4.5 സെന്റിമീറ്ററിൽ കനത്തിൽ ബിറ്റുമിൻ മെക്കാഡവും 2.5 സെന്റിമീറ്റർ കനത്തിൽ ബിറ്റുമിൻ കോൺക്രീറ്റും നടത്തി 1.5 സെന്റിമീറ്റർ കനത്തിൽ റബ്ബർ, പോളിയൂറത്തേൻ എന്നിവയുടെ മിശ്രിതം പാകി. ഫുട്ബോൾ ഗ്രൗണ്ടിന് 105 മീറ്റർ നീളവും 68 മീറ്റർ വീതിയുമുണ്ട്. മൈതാനത്ത് പ്രത്യേക ജിയോ ടെക്സ്റ്റൈൽ വിരിച്ചു. ജിയോ ടെക്സ്റ്റൈലിന്റെ മുകളിൽ 10 സെന്റിമീറ്റർ കനത്തിൽ മണലും ചകിരിച്ചോറും അടങ്ങിയ മിശ്രിതം നിറയ്ക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇനി ബാക്കി. ഫുട്ബോൾ മൈതാനത്തിൽ ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയായി. പോലീസ് മൈതാനത്ത് ഇൻഡോർ കോർട്ട് നിർമ്മാണവും തുടങ്ങി. ഇവിടെ ബാഡ്മിൻ്റൺ, വോളിബോൾ എന്നിവ പരിശീലിക്കാം. പദ്ധതിക്ക് 1.42 കോടി രൂപ ചെലവ് വരും. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ് ഗ്രൗണ്ടിലും ബ്രണ്ണൻ കോളേജ് ഗ്രൗണ്ടിലും തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുമാണ് ജില്ലയിൽ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. 7.57 കോടി ചെലവിൽ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ സൊസൈറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തറ്റിക് ട്രാക്കും ഫുട്ബോൾ മൈതാനവും നിർമ്മിക്കുന്നത്. കണ്ണൂരിലെ പ്രധാന കായിക മത്സരങ്ങൾക്കെല്ലാം വേദിയാകാറുള്ളത് പോലീസ് പരേഡ് ഗ്രൗണ്ടാണ്. കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ അത്ലറ്റുകളും ഫുട്ബോൾ താരങ്ങളും വർഷങ്ങളായി ഇവിടെയാണ് പരിശീലനം നടത്തുന്നത്. കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഗ്രേറ്റ് സ്പോർട്സ് എന്ന സ്ഥാപനത്തിലാണ് നിർമ്മാണ ചുമതല. സംസ്ഥാനത്ത് പോലീസ് വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. നടന കലാഗൃഹം സംഘടനയുടെ നേതൃത്വത്തിൽ ഉത്തര കേരള സിനിമാ ഗാനാലാപന മത്സരവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നാടക, സിനിമ, സീരിയൽ അഭിനേത്രി കണ്ണൂർ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. കലാഗൃഹം പ്രസിഡന്റ് നടനരത്നം കവിത അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഞാനിങ്ങനെ 2024 പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പെട്ടെന്നൊരു വർഷം എത്ര പെട്ടെന്ന് പൂർത്തിയായി. കാരണം 2024 പിറക്കുന്ന ദിവസം ഞാൻ മേയർ പദവിയിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ അതൊരു വർഷം പൂർത്തിയാകും. സത്യത്തിൽ ഒരു മാസം കൊണ്ട് അത് ഒരു വർഷം പൂർത്തിയായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ഇപ്പോഴും ഓരോ ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ പിന്നിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ആളിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവ പരമ്പരകൾ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പുതിയ തലമുറയിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങൾ പലതും ഉണ്ടാകാം, അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉൾപ്പെടെ. ഏതായാലും എനിക്ക് ഈ സമയത്ത് ഒറ്റ കാര്യം മാത്രമേ ആശംസിക്കാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. KN രാധാകൃഷ്ണൻ, EVG നമ്പ്യാർ, വിനയൻ, ലീന എന്നിവർ സംസാരിച്ചു. മുഴപ്പിലങ്ങാട് വാടി കുടുംബസംഗമം പയ്യാമ്പലത്ത് നടന്നു. 28-29 പയ്യാമ്പലം പാപ്പാച്ചെറി ബീച്ച് റിസോർട്ടിൽ നടന്ന തിരികെ 2024 പരിപാടിയിൽ 60ഓളം പേർ പങ്കെടുത്തു. വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. വാടി കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും. സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ 1ാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു. ഇളയാവൂർ കൂടത്തിൻ താഴെയിൽ പുഴയോരത്ത് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺട്രാക്ടർമാരായ KT ദേവസ്യ, MK രത്നാകരൻ എന്നിവർക്ക് മന്ത്രി ഉപഹാരം നൽകി. മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച് ജലരേഖ പോലെയായി മാറിയിരുന്ന കാനാമ്പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. കിലോമീറ്റർ സഞ്ചരിച്ച് അറബിക്കടലിൽ കാനാമ്പുഴ ബന്ധ് നിർമ്മിച്ചിരുന്ന സ്ഥലത്ത് വലിയ വിശദമായ പ്രയോഗമായിരുന്നു ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ചെറുക്കട്ടി ബാലകൃഷ്ണനായി. പക്ഷേ ബഹുമാനപ്പെട്ട ജനങ്ങളും മറ്റുള്ളവരും പല രൂപത്തിലും ഭാഗത്തിലും
കൈകാര്യം ചെയ്തതിൽ പിന്നെ ഇങ്ങനെ വളരെ ശുഷ്കമായ ഒരു ജലരേഖയായി മാറി. അത് പുനരുജ്ജീവിപ്പിക്കാനാണ് നമ്മൾ ഒരു മഹായജ്ഞം നടത്തിയത്. അവിടെ നമ്മുടെ നാഥ സമാരംഭിച്ചപ്പോൾ അത് വളർന്നു വന്ന് നമ്മുടെ ഓരോ പ്രദേശത്ത് എത്തിയപ്പോൾ എല്ലാം തന്നെ അത് ഒരു മഹാപ്രവാഹമായി ജനപ്രവാഹമായി രൂപപ്പെടുകയുണ്ടായി. എളയാവൂർ കൂടത്തിൻ താഴെയിൽ പുഴയോരത്ത് നടന്ന ചടങ്ങ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യകാരൻ MT വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ആരംഭിച്ചത്. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ നിർമ്മല അധ്യക്ഷയായി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 4.40 കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും കണ്ണൂർ മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടേൻ വയൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പിലായത്. ഈ പ്രവൃത്തി വഴി എളയാവൂർ, പെരിങ്ങളായി പാടശേഖരങ്ങളിലേക്കുള്ള ജലസേചന സൗകര്യം വർദ്ധിച്ചു. കാനാമ്പുഴയുടെ സൗന്ദര്യം വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കാൽനടയാത്രയ്ക്കായി നടപ്പാത നിർമ്മിക്കുകയും അതുവഴി വിനോദസഞ്ചാര സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. കാനാമ്പുഴ മുണ്ടേരി പഞ്ചായത്തിലെ അയ്യപ്പൻമലയിൽ നിന്നും ഉത്ഭവിച്ച് മാച്ചേരി, കാപ്പാട്, തിലാനൂർ, താഴെ ചൊവ്വ, കുറുവ, ആദികടലായി എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന പുഴയായിരുന്നു. ഏതാണ്ട് 10 കിലോമീറ്ററാണ് പുഴയുടെ ദൈർഘ്യം. കയ്യേറ്റങ്ങളും കരയിടിച്ചൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും മാലിന്യ നിക്ഷേപവും കാരണം കാനാമ്പുഴ നാശോന്മുഖമായി മാറി. നഗരത്തിലെ ഓടകളിൽ നിന്നുള്ള അഴുക്കുവെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിട്ടതിനാൽ ജലം ഉപയോഗശൂന്യമായി. മത്സ്യസമ്പത്ത് നശിച്ചു. വേനൽക്കാലത്ത് വറ്റിപ്പോകുന്നതിനാൽ സമീപത്തെ പാടശേഖരങ്ങളിൽ കൃഷി ഇല്ലാതായി. പുഴയുടെ വീണ്ടെടുപ്പും പ്രകൃതിയുടെ സൗന്ദര്യവൽക്കരണവും നടത്തുന്നതിനൊപ്പം മറഞ്ഞുപോകുന്ന കാർഷിക സംസ്കൃതിക്ക് ഈ മാറ്റം എങ്ങനെ ഗുണകരമാക്കാമെന്നും ഈ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ എളയാവൂർ, ചേലോറ മേഖലകളിലുള്ള പരന്നുകിടക്കുന്ന നെൽപ്പാടത്തിന്റെ നടുവിലൂടെയാണ് കാനാമ്പുഴയുടെ സഞ്ചാരം. കാനാമ്പുഴയുടെ വികസന പദ്ധതിയിൽ ചീപ്പ് പാലം, കൂടത്തിൻ താഴെ എന്നിവിടങ്ങളിലായി 2 VCB പുതിയതായി പണിയുകയും തിലാനൂർ ബൈപ്പാസിനടുത്തും പെരിങ്ങളായി ശിശുമന്ദിരത്തിനടുത്തും നേരത്തെ ഉണ്ടായിരുന്ന VCBക്ക് ഷട്ടർ പണിയുകയും ചെയ്തത് മൂലം നീരൊഴുക്ക് നിയന്ത്രിച്ച് പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള നെൽപ്പാടങ്ങളുടെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ സാധിച്ചു. വളരെ വൈകി മാത്രം ചെയ്യാറുള്ള 2ാം വേള നെൽകൃഷി നേരത്തെ ചെയ്യാനും 3ാം വേളയായി പച്ചക്കറി ചെയ്യാനും കർഷകർക്ക് സാധിക്കുന്നു. എളയാവൂർ, ചേലോറ മേഖലകളിൽ ഉണ്ടായിരുന്ന തരിശു നിലങ്ങളും കൃഷി ചെയ്യുവാൻ കർഷകർ മുന്നോട്ട് വന്നു. ഇതുമൂലം ഏകദേശം 100 ഏക്കറോളം ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. ഇനി കണ്ണൂരിന്റെ കായിക കുതിപ്പിന് വേഗം കൂടും. നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ബാക്കിയുള്ളത് ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തി. കണ്ണൂരിൽ നിന്നും പുതുവർഷത്തിൽ എയർ കേരള പറന്നുയരും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി എയർ കേരള CEO. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസ്. ഇതോടെ ഉത്തര മലബാറിന്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാവും. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ ജംഷീറും കുടുംബവും. ഇനി പേടിയില്ലാതെ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി വ്യവസായി ഖാലിദ് ഭ. താക്കോൽ കൈമാറി TO മോഹനൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക് 2025 രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MDC ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള CEO ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ അശ്വിനി കുമാറും ഒപ്പുവെച്ചു. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ MDC ദിനേഷ് കുമാറും ധാരണാപത്രം പരസ്പരം കൈമാറി. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്നും അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് എയർ കേരള സർവീസ് ആരംഭിക്കും. പിന്നീട് വിമാനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ എയർ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാനാണ് പദ്ധതി. എയർ കേരളയുടെ CEO വന്നു എന്ന് പറയുന്നൊരു എൻ്റെ പേഴ്സണൽ കരിയറിൽ ഒരു ഡ്രീം കം ട്രൂ ആണ്. മലയാളിയാണ്. കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ സംസ്കാരവും നമ്മളുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ലോകത്തിലേക്ക് എന്ത് ചെയ്യുന്നു അതൊന്ന് എക്സിബിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് എയർ കേരളക്ക്. കാരണം ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ATR 72-600 എയർക്രാഫ്റ്റാണ്. 76 സീറ്റേ ഉള്ളൂ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് നിയർ ബൈ ഏരിയാസിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 150 സീറ്റുള്ള ജെറ്റ് ഇട്ടാൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നിരിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ചെറിയ എയർപ്ലെയിൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട് സെർവ് ചെയ്യാത്തത്. നമ്മൾ അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. With the support we are getting from KIAL, എനിക്ക് തോന്നുന്നു നമുക്ക് വളരെയധികം ഡെസ്റ്റിനേഷൻസ് കണ്ണൂരുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. എയർ കേരളയുമായുള്ള സഹകരണം ഉത്തര മലബാറിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് കിയാൽ MDC ദിനേഷ് കുമാർ പറഞ്ഞു. എയർ കേരളയുടെ വിജയത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ കിയാൽ പ്രതിജ്ഞാബദ്ധമാണ്. ഈ പങ്കാളിത്തം ഇരു കക്ഷികൾക്കും ഗുണകരമാകുമെന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കണക്ടിവിറ്റി ലഭിക്കണമെന്ന പ്രദേശത്തെ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എയർ കേരളയുമായുള്ള സഹകരണത്തോടെ കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. 2018 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം 6 വർഷം കൊണ്ട് 65 ലക്ഷം യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. എയർ കേരള ആരംഭിക്കുന്നതോടെ ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്കും നേട്ടമാകും. വാർത്താ സമ്മേളനത്തിൽ എയർ കേരള വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട, CEO ഹരീഷ് കുട്ടി, ഗ്രൌണ്ട് ഓപ്പറേഷൻസ് ഹെഡ് ഷാമോൻ, കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാർ, CFO ജയകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. മുനമ്പം വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയുണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുതെന്നും അതേസമയം കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും മാർ ജോസഫ് പാംബ്ലാനി പ്രതികരിച്ചു. അപ്രകാരമുള്ള സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്രകാരം ഒരു സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു ഇത്. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുത്. സർക്കാർ ഊർജിതമായി രംഗത്ത് വരണം. മെല്ലെ പോക്ക് അവസാനിക്കണം. ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ ആവശ്യമാണ്. സമൂഹങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണം. ഇന്നത്തെ സാഹചര്യത്തിൽ കൂടിക്കാഴ്ചക്ക് പ്രസക്തിയുണ്ട്. സമുദായങ്ങൾ തമ്മിൽ അകലുന്ന സാഹചര്യമുണ്ടാവരുത്. ബന്ധങ്ങൾ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. മാർ ജോസഫ് പാംബ്ലാനിയുടെ പല പ്രസ്താവനകളും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് ആത്മധൈര്യം തരുന്നതാണ്. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച ഉണ്ടാവാൻ പാടില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. അവിടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ, വഖഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. അവിടെ കുടിപാർക്കുന്ന ആൾക്കാരുണ്ട്, 100-100 കുടുംബങ്ങൾ. അവർ ഒരു സുപ്രഭാതത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആവശ്യമായിട്ടുള്ളത്. അതെന്താണോ ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ കോടതിയുണ്ട്, സർക്കാരുണ്ട്. സർക്കാർ വഖഫ് എന്ന് പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഊർജിതമായിട്ട് തന്നെ രംഗത്ത് വരണമെന്നുള്ളതാണ്.
കമ്പിൽ മാപ്പിള ഹൈസ്കൂൾ 1980-81 ബാച്ച് ഒരു വട്ടം കൂടി സൗഹൃദ സംഗമം നടത്തി. സഹപാഠികളിൽ ഒരാളായ സത്താറിന്റെ വീട്ടിലാണ് സൗഹൃദ സംഗമം നടന്നത്. KV ശിവൻ അധ്യക്ഷനായിരുന്നു. കുടുംബങ്ങൾക്കുള്ള ഉപഹാരം EV ശ്രീലത സമ്മാനിച്ചു. പരിപാടി ഇന്നേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഴിഞ്ഞ സംഗമത്തിലൊക്കെ പങ്കെടുത്ത ഒട്ടേറെ ആൾക്കാർ ഇനിയും നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരാളെയും പേഴ്സണലായി അധികം വിളിച്ച് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒന്ന്, നമുക്ക് എല്ലാവർക്കും ഈസി ആക്സസ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ സംഗമത്തിലൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രയാസത്തിലാണ് അങ്ങനെ വിളിച്ച് നിർബന്ധപൂർവ്വം ഇതിൽ പങ്കെടുക്കണം എന്ന് പറയാതിരുന്നത്. എങ്കിലും സ്വമേധയാ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും, മുഴുവൻ സഹപാഠികളെയും വെറും ഔപചാരികതയുടെ പേരിൽ ഞാൻ എന്താ പറയാ ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ ഞാൻ അത് പറയാൻ അർഹനാണോ യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതിന് കുറച്ച് ഇടപെടൽ നടത്തിയ ആൾ എന്നുള്ളതിൽ മാത്രം ഞാൻ അങ്ങനെ പറയുകയാണ്. ഗ്രൂപ്പ് അംഗം സത്താർ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ K രമേശന്റെ നേതൃത്വത്തിൽ പുതുവത്സര കേക്ക് മുറിച്ചു. അടുത്ത വർഷത്തെ സംഗമം നടത്താൻ 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഭാരവാഹികളായി ചെയർമാൻ ഡോക്ടർ K രമേശൻ, വൈസ് ചെയർമാൻമാർ കാഞ്ചന, കരിയിൽ രമേശൻ, കൺവീനർ SP കൃഷ്ണരാജ്, ജോയിന്റ് കൺവീനർമാർ KV ശിവൻ, P പത്മനാഭൻ എന്നിവരെയും ട്രഷററായി പൊന്തേൻ ദിനേശിനെയും തിരഞ്ഞെടുത്തു. A ഭാസ്കരൻ നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ CV രഞ്ജിത്ത് പുരസ്കാരം ഏറ്റുവാങ്ങി. മുംബൈ എന്റർടൈൻമെന്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യയുടെ മികച്ച സംവിധായകൻ, മികച്ച സംഗീത സംവിധായകൻ, മികച്ച മ്യൂസിക് വീഡിയോ എന്നീ പുരസ്കാരങ്ങളാണ് ഡോക്ടർ CV രഞ്ജിത്ത് മുംബൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങിയത്. സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനത്തിലൂടെയാണ് ഡോക്ടർ CV രഞ്ജിത്ത് ഈ നേട്ടങ്ങൾ കരസ്ഥമാക്കിയത്. അഴീക്കോട് വൃന്ദാവൻ ആർട്ട് ഗാലറിയുടെ 10ാം വാർഷികാഘോഷം ശിക്ഷക് സദനിൽ നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രശസ്തരായവരെ ആദരിച്ചു. KV സുമേഷ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ സമൂഹത്തിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെയെല്ലാമുള്ള പരിശീലനത്തിലൂടെ സഹായത്തിലൂടെയാണ് ഏത് മേഖലയിലാണെങ്കിലും പ്രതിഭകൾ രൂപപ്പെടുന്നത്. ഈ മേഖലയിൽ രൂപപ്പെട്ടുകൊണ്ടുള്ള ആഗ്രഹിക്കുന്ന അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു സ്ഥാപനം നിർവഹിക്കുന്ന സാമൂഹ്യമായ ധർമ്മമതാണ്. ഒരു സ്ഥാപനം സമൂഹത്തിന് നൽകുന്ന സംഭാവന, ആ സമൂഹത്തിൽ ഇത്തരം ഇൻസ്റ്റിങ്ക്റ്റുള്ള, ഇത്തരം പ്രേരണയുള്ള കുട്ടികളെ അവർക്കുള്ള ഒരു വേദി ഒരുക്കുന്നതാണ് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായ ദൗത്യം. ഇവിടെ വൃന്ദാവൻ ആർട്ട് ഗാലറി അങ്ങനൊരു ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം. തീർച്ചയായും അത് ഭംഗിയായി, ഏറ്റവും നന്നായി, മാതൃകാപരമായി എല്ലാവരുടെയും സഹായ സഹകരണത്തോട് നിർവഹിക്കാൻ കഴിയട്ടെ. നേരത്തെ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിലുള്ള ബുദ്ധിമുട്ടിൽ അതിന് കാരണക്കാരനായ ഞാനെന്ന നിലയിൽ നിങ്ങളോട് പ്രത്യേകമായ ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. 10 വർഷ കാലയളവിൽ വൃന്ദാവൻ ആർട്ട് ഗാലറിയിൽ നിന്നും ചിത്രകലയും ചുമർ ചിത്രങ്ങളും പഠിച്ചിറങ്ങിയത് 100 കണക്കിന് വിദ്യാർത്ഥികളാണ്. മുതിർന്നവരും ചിത്രകല അഭ്യസിക്കാൻ എത്താറുണ്ടെന്ന് വൃന്ദാവൻ ആർട്ട് ഗാലറി സ്ഥാപക ബിന്ദു P നമ്പ്യാർ പറഞ്ഞു. സംഗീതജ്ഞൻ രാജേഷ് രാജ്, നർത്തകൻ അരുൺ തപസ്യ, ശില്പി രാജേഷ്, മെഡിറ്റേഷൻ ക്ലാസ് നിഷ, നിതീഷ്, വിവിധ മേഖലകളിലുള്ള അധ്യാപകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൃന്ദാവൻ ആർട്ട് ഗാലറിയിൽ പല അവസരങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു. പ്രശസ്ത കലാകാരന്മാരായ ദിലീപ് കുമാർ, ധനേഷ് മാമ്പ, ദിനേശ് മാവൂർ, പ്രീതി TK, അർച്ചന പ്രവീൺ എന്നിവർ സംസാരിച്ചു. ബിന്ദു P നമ്പ്യാർ നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. ഇനി കണ്ണൂരിന്റെ കായിക കുതിപ്പിന് വേഗം കൂടും. നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ബാക്കിയുള്ളത് ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തി. കണ്ണൂരിൽ നിന്നും പുതുവർഷത്തിൽ എയർ കേരള പറന്നുയരും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി എയർ കേരള CEO. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസ്. ഇതോടെ ഉത്തര മലബാറിന്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാവും.
വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ ജംഷീറും കുടുംബവും. ഇനി പേടിയില്ലാതെ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി വ്യവസായി ഖാലിദ് ഭ. താക്കോൽ കൈമാറി ടി.ഒ. മോഹനൻ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. പാതയോരത്ത് ഉന്തുവണ്ടിയിൽ ചീര കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 5 കണ്ടി മാടപ്പുരയിൽ ജംഷീറിന് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. അവേരയിൽ പണി പൂർത്തിയായ വീട്ടിൽ ജംഷീറും കുടുംബവും താമസം തുടങ്ങി. വീടിന്റെ താക്കോൽ മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കൈമാറി. പാതയോരത്ത് ഉന്തുവണ്ടിയിൽ ചീര കച്ചവടം ചെയ്ത് ജീവിക്കുന്ന 5 കണ്ടി മാടപ്പുരയിൽ ജംഷീറിന് ജന്മനാ തന്നെ ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നു. 1 വർഷം മുൻപുണ്ടായ വാഹനാപകടത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. കരാറിനകം ദേശത്ത് അവേരയിൽ സർക്കാർ വക ലഭിച്ച 3 സെന്റ് ഭൂമിയിൽ തുടങ്ങിയിരുന്ന വീട് നിർമ്മാണം ഇതോടെ പാതി വഴിയിലുമായി. ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്നതാണ് ജംഷീറിന്റെ കുടുംബം. ജംഷീറിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കണ്ട് കണ്ണൂർ താണയിൽ നിന്നുള്ള പ്രവാസി വ്യവസായിയായ ഖാലിദ് ബാ ആണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ ദാനം മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനും നൽകി. നമ്മളെ ജനിക്കുമ്പോൾ തന്നെ വൈകല്യത്തോടു കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവരുടെ കുറ്റമൊന്നുമല്ല. പക്ഷെ നമ്മൾ അല്ലാത്തവർ അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മധൈര്യം കൊടുത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും, കാരണം സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും എല്ലാ വിധത്തിലും ആരോഗ്യത്തോടു കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു ചുരുങ്ങിയ ശതമാനം മാത്രമാണ് അങ്ങനെ ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷത്തിന് ആ ചെറിയ ന്യൂനപക്ഷത്തെ ഒന്ന് ചേർത്ത് നിർത്തി അവർക്കൊന്ന് കൈത്താങ്ങ് നൽകിയാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റും. അവരങ്ങനെ വൈകല്യമുള്ളവരെന്ന് ഒരിക്കലും പറയാറില്ല. ഇപ്പോഴും പറയുന്നത് ഭിന്നശേഷിക്കാരെന്നാണ്. ഒരു തരത്തിലല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ശേഷിയുണ്ട്. ചിലപ്പോൾ കാലിന് വയ്യാതിരിക്കും, നല്ല മനസ്സുണ്ടാകും. കൈക്ക് വയ്യാതിരിക്കും, നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ ഓരോ ആളുകളും, നമ്മളിപ്പോൾ പലരും ഒരുപാട് ആളുകൾ അങ്ങനെ വൈകല്യമുള്ള അല്ലെങ്കിൽ ശാരീരികമായ പ്രയാസങ്ങളുള്ള ആളുകൾ വലിയ വിജയങ്ങൾ എത്തിപ്പിടിച്ചത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ പലരുടെയും സഹായമാണ്, പലരുടെയും പിന്തുണയാണ്. ആത്മാർത്ഥമായ പിന്തുണ ലഭിച്ചാൽ, മാനസികമായ ധൈര്യവും കരുത്ത് നൽകിയ പ്രദാനം ചെയ്താൽ ഒരുപാട് വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റും. ചടങ്ങിൽ ചിറക്കൽ ബുഷറ അധ്യക്ഷത വഹിച്ചു. അനൂപ് തവര, മമ്മൂഞ്ഞി, ആബിദ, ഖാദർ, ഗിരിജ, അശോകൻ, റോജിത്, രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജപ്പാൻ കരാട്ടെ ഡോ കെന്യു റിയു ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി കണ്ണൂരിൽ ബ്ലാക്ക് ബെൽറ്റ് ഡാൻ ഗ്രേഡിംഗ് നടന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ്
ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ KV ധനേഷ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കരാട്ടെ അക്കാദമി രക്ഷാധികാരി സെൻപായി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ അബ്ദുൽ ഖലാഖ് സ്വാഗതം പറഞ്ഞു. കെന്യു കരാട്ടെ ഇന്റർനാഷണൽ ഏഷ്യൻ ചീഫ് ഹാൻഷി ഗിരീഷ് പെരുന്തട്ട ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് നേതൃത്വം നൽകി. സെൻസായി ശ്യാം മോഹൻ, സെൻസായി നന്ദകിഷോർ കൽപ്പറ്റ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ലൈസ, ജസ്സ മെഹക് ഷംസ്, ജാമിയ ഹംദർദിലെ ഫാത്തിമത്തുൽ ഷഫ്ന, ആർമി പബ്ലിക് സ്കൂളിലെ മുഹമ്മദ് നബ്ഹാൻ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് നാസിൽ, ഗവൺമെന്റ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലെ അസദുള്ള, കുർവയിലെ ജസ്ദേവ്, കേന്ദ്രീയ വിദ്യാലയത്തിലെ അനികേത് കൃഷ്ണ തുടങ്ങിയവർ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും കെന്യു കരാട്ടെ സ്റ്റേറ്റ് ഓർഗനൈസറും റഫറി കമ്മീഷൻ സെക്രട്ടറിയുമായ റൻഷി നൌഫൽ ഗുരുക്കൾ നന്ദി പറഞ്ഞു. തളാപ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ 3 ദിനങ്ങളിലായി നടന്നുവരുന്ന മിക്സഡ് വൈബ്സ് 2024 സമാപിച്ചു. ആടിയും പാടിയും കളിച്ചും രസിച്ചും പഠിച്ചുമുള്ള ആഹ്ലാദ തിമിർപ്പിൽ കടന്നുപോയ 3 ദിനങ്ങളും അവധിയായിരുന്നുവെന്ന് കുട്ടികൾ മറന്നു. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ക്യാമ്പ് നീട്ടണമെന്നായിരുന്നു ആഗ്രഹം. സമാപനം സംവിധായകൻ രാകേഷ് K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ലവ് ഇംഗ്ലീഷ് ലിവ് ഇംഗ്ലീഷ് നടനം അനായാസം, കളിയും ചിരിയും, ശാസ്ത്രം പരീക്ഷണങ്ങളിലൂടെ സ്വയം അറിയാം ഉയരങ്ങൾ താണ്ടാം, കരകൌശലം, കണക്കിനോടൊരു കിന്നാരം, LED ബൾബ് നിർമ്മാണം എന്നിവയ്ക്ക് അജ്മൽ പലേരി, അനിൽകുമാർ നടക്കാവ്, പ്രജീഷ് വേങ്ങ, MP സനിൽകുമാർ, AV രത്നകുമാർ, ജനു ആയിച്ചാൻകണ്ടി, R രവീന്ദ്രനാഥ്, പ്രവീൺ രുക്മ, BB സജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് P ഷാജിയുടെ അധ്യക്ഷതയിൽ TP രാജീവനാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. സമാപനത്തിൽ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. AEO പ്രസന്നകുമാരി മുഖ്യാതിഥിയായി. ഹെഡ്മാസ്റ്റർ TC സുനിൽകുമാർ സ്വാഗതവും PP ശ്രീലേഷ് നന്ദിയും പറഞ്ഞു. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കണ്ണൂർ ഏരിയ സമ്മേളനം ഹോട്ടൽ വൃന്ദാവനിൽ നടന്നു. KPMTA സംസ്ഥാന ട്രഷറർ അസ്ലം മെഡിനോവ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ അഭിമാനവും ആശ്രയവുമായ കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ KPMTA എന്ന സംഘടന കർമ്മനിരതമായ 34 വർഷങ്ങളാണ് പിന്നിട്ടത്. ടെക്നീഷ്യന്മാരുടെ തൊഴിലിനും സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി നീണ്ട വർഷങ്ങൾ KPMTA നടത്തിയ സമര പോരാട്ടങ്ങൾ ഇതിനോടകം തന്നെ ചരിത്രമായതാണ്. DME അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ കൈവശമില്ലെന്ന കാരണത്താൽ അയോഗ്യരായി മുദ്രകുത്തി കേരളത്തിലെ 10,000-കണക്കിന് ടെക്നീഷ്യന്മാരുടെ അഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. സ്വകാര്യ മേഖലയിലെ ടെക്നീഷ്യന്മാരുടെ ലാബുകളിൽ നിന്നും കൂട്ടത്തോടെ മാറ്റി നിർത്താൻ ശ്രമങ്ങളുണ്ടായ ഘട്ടങ്ങളിലെല്ലാം KPMTA ചെറുത്തുനിന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. KPMTA കണ്ണൂർ ഏരിയ പ്രസിഡന്റ് ശ്രീജ സതീശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആശാലത C, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഷെർലി PC, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രൻ കൊടമന, KC വിനീത, KP അമൃത തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മൃഗസംരക്ഷണ വകുപ്പും മിഷൻ റാബീസും കൂടി നടത്തുന്ന ജില്ലാതല റാബീസ് ബോധവൽക്കരണ വാഹനം കണ്ണൂരിലെത്തി. തുടർന്നുള്ള യാത്ര കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മേയർ മുസ്ലിഹ് മഠത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരവധി പേ വിഷബാധ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ ഈ അടുത്ത സമയം വരെയും സിറ്റിയിലും റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളിലും തെരുവുനായ അക്രമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണത്താൽ സംസ്ഥാനത്തെ പേ വിഷബാധ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനാണ് മിഷൻ റാബീസ് എന്ന സംഘടനയുമായി സഹകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് ബോധവൽക്കരണ സന്ദേശവുമായാണ് യാത്ര ആരംഭിച്ചത്. കണ്ണൂർ ജില്ലയിലെത്തിയ വാഹനത്തെ സ്വീകരിച്ച് തുടർന്നുള്ള ബോധവൽക്കരണ യാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് നൽകി. അഥവാ ഏതെങ്കിലും മൃഗങ്ങൾ, അതായത് പട്ടി, കുരങ്ങ്, പൂച്ച മുതലായവ കടിച്ചാൽ അല്ലെങ്കിൽ മാന്തിയാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ആ മുറിവ് ഒഴുക്കുള്ള ശുദ്ധജലത്തിൽ സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് 15 മിനിറ്റ് കഴുകണം. പിന്നെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോകും. എന്നിട്ട് ചികിത്സയും പരിചരണവും കഴിഞ്ഞ് റാബീസിനുള്ള സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ് എടുപ്പിക്കും. ഓർമ്മിക്കുക, സമ്പൂർണ്ണ പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് റാബീസിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ തെരുവുനായ വാക്സിനേഷൻ പ്രോഗ്രാമിൽ മിഷൻ റാബീസ് WVSന്റെ സാങ്കേതിക സഹായവും ഉപദേശവും ലഭ്യമാക്കുക, തെരുവുനായ വാക്സിനേഷൻ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും WVS മൊബൈൽ ആപ്ലിക്കേഷൻ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക, റാബീസ് വാക്സിനേഷനും നിരീക്ഷണത്തോടുമൊപ്പം റാബീസ് ബോധവൽക്കരണ ക്ലാസുകൾ ഏർപ്പെടുത്തുക, ഡോഗ് ക്യാച്ചർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകൽ, സ്കൂളുകളിൽ നിരീക്ഷണവും ബോധവൽക്കരണവും നൽകൽ എന്നിവയാണ് ആത്യന്തിക ലക്ഷ്യം.
വളർത്തുനായകളിൽ നിന്നും പൂച്ചകളിൽ നിന്നും പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യവും ഈയടുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വളർത്തുനായകളുടെ വാക്സിനേഷനും ലൈസൻസും നിർബന്ധമാക്കും. ഓരോ ബ്ലോക്കിലും ഓരോ വന്ധ്യംകരണം സെന്ററുകളും സ്ഥാപിക്കും. നായകളുടെ കടി കിട്ടിയവർ വാക്സിൻ എടുക്കുന്നതിനോട് ഇപ്പോൾ വിമുഖത പുലർത്തുന്നുമുണ്ട്. അതിനായി ബോധവൽക്കരണവും നടത്തും. മുഖത്തും കൈകളിലും കടിയേൽക്കുന്നത് പെട്ടെന്ന് പേവിഷബാധയേൽക്കാൻ കാരണമാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. റെയിൽവേ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വത്സല, വിനീത്, സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7140, പവന് 57,120 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങുന്നു. ഇനി കണ്ണൂരിന്റെ കായിക കുതിപ്പിന് വേഗം കൂടും. നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ബാക്കിയുള്ളത് ബർമുഡ ഗ്രാസ് വിരിക്കുന്ന പ്രവൃത്തി. കണ്ണൂരിൽ നിന്നും പുതുവർഷത്തിൽ എയർ കേരള പറന്നുയരും. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി എയർ കേരള CEO. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസ്. ഇതോടെ ഉത്തര മലബാറിന്റെ ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാവും. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിൽ ജംഷീറും കുടുംബവും. ഇനി പേടിയില്ലാതെ അന്തിയുറങ്ങാം. വീട് നിർമ്മിച്ചു നൽകിയത് പ്രവാസി വ്യവസായി ഖാലിദ് ഭ. താക്കോൽ കൈമാറി TO മോഹനൻ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.